ഒഡീഷ സമീപകാലത്ത് അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയകാലത്ത് കോൺഗ്രസ്സിനുണ്ടായിരുന്ന പ്രതാപം പിൽക്കാലത്ത് ജനതാ പാർട്ടിക്കും അതിന് ശേഷം ജനതാദളിലേക്കും എത്തിച്ചേർന്നു. ജനതാദൾ പിളർന്നാണ് ബിജു ജനതാദൾ എന്നുള്ളൊരു പ്രത്യേക പാർട്ടി ഉണ്ടായത്. ബിജു പട്നായക്കിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ നവീൻ പട്നായക്ക് ശക്തമായി തന്നെ ബിജു ജനതാദൾ എന്ന പാർട്ടിയുമായി മുന്നോട്ട് പോയി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അന്തർദേശീയ യാത്രകളും അദ്ദേഹം നേടിയിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും നേട്ടങ്ങളും എല്ലാം നോക്കുമ്പോൾ നവീൻ പട്നായിക്ക് ഒഡീഷയിൽ ദീർഘകാലം മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ വലിയൊരു സൽപ്പേരുമുണ്ടായി. അതേസമയം കൺവെൻഷനലായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കൂടെ നിൽക്കാതെ സ്വതന്ത്രമായൊരു നിലപാട്, പ്രത്യേകിച്ച് ഒഡീഷയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടി ആശ്രയിക്കേണ്ടി വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിൽ ബി ജെ പിയുടെ ഗവൺമെൻറ്റുമായി ബിജു ജനതാദളിന് ഈ കഴിഞ്ഞ 10 കൊല്ലമായി നല്ലൊരു സുദൃഢമായൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ ഡി എയുടെ ഭാഗമായിരിക്കുകയും അത്യാവശ്യം രാജ്യസഭയിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുമെല്ലാം ബിജു ജനതാദൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ക്രമേണ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒഡീഷയിലേക്ക് ബി ജെ പി വളർന്നു വരുന്നൊരു സാഹചര്യമാണ്. ചുരുക്കത്തിൽ അവിടുത്തെ ഒരു കാലത്തെ പ്രധാന പാർട്ടിയായിരുന്ന കോൺഗ്രസ് അസ്തമിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും കോൺഗ്രസിനെ വളർത്താതിരിക്കാൻ ബിജു ജനതാദളും ഭാരതീയ ജനതാ പാർട്ടിയും എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഫലമായിട്ടാണ് അവർ തമ്മിലുണ്ടാക്കിയ സഖ്യം കോൺഗ്രസിനെ പിന്നോട്ടടിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴൊരു പുതിയൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒഡീഷയിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നൊരു സാഹചര്യത്തിൽ ബി ജെ പി തന്നെ ഒഡീഷയിലെ ഭരണം നേടാൻ പറ്റുമോ എന്നുള്ളൊരു പരിശ്രമത്തിലേക്കാണ് നോക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം അസംബ്ലിയിൽ ബി ജെ പി തന്നെയാണ്. ഇനി ഭരണകക്ഷിയായി അവിടെ മുഖ്യമന്ത്രിയായി ബി ജെ പിക്ക് വളരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ സൗഹൃദ മത്സരം എന്നുള്ള മട്ടിൽ തുടങ്ങിയെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ ശക്തി കൂടിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ പ്രസംഗിച്ച് നടന്നതെല്ലാം നവീൻ പട്നായിക്കിനെതിരായ കാര്യങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ദുർബലപ്പെട്ടു വരികയാണെന്നും അദ്ദേഹത്തിന് അന്തർദേശീയ കാര്യങ്ങളാണ് പ്രാദേശിക കാര്യങ്ങളെക്കാൾ അറിവുള്ളതെന്നും മറ്റും അദ്ദേഹത്തെ മോദി ആക്ഷേപിക്കുകയുണ്ടായി. മാത്രമല്ല, ഒഡീഷയിൽ എത്ര ജില്ലകളുണ്ടെന്നും ആ ജില്ലകളുടെ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ ബിജു ജനതാദൾ നേതാവായ നവീൻ പട്നായിക്കിന് കഴിയുമോ എന്നും മോദി ചോദിക്കുകയുണ്ടായി. ഇതെല്ലാം അവിടുത്തെ ഒരു പ്രാദേശിക വികാരത്തിൽ ബിജു ജനതാദൾ പാർട്ടിക്കെതിരായി കൊണ്ടുവരാനും നവീൻ പട്നായിക്കിൻ്റെ സ്വാധീനം കുറയ്ക്കാനുമാണ് ബി ജെ പി ശ്രമിച്ചത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവർ ഒറ്റ മുന്നണിയിൽ തന്നെ വരേണ്ടതാണ്. പക്ഷേ ആക്രമണം കൂടുതൽ രൂക്ഷമായതോടുകൂടി നവീൻ പട്നായിക്കും ബി ജെ പിക്ക് എതിരായ പ്രസംഗങ്ങൾ ശക്തമായി നടത്തി. ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സൗഹൃദപരമായൊരു മത്സരം എന്നുള്ള നിലയിലാണ് നടക്കുന്നുണ്ടെങ്കിലും രൂക്ഷമായിട്ട് സംസ്ഥാന ഭരണം പിടിച്ചു നിർത്താൻ ബിജു ജനതാദളിന് താല്പര്യമുണ്ട്. അതൊരു പ്രാദേശിക കക്ഷിയാണ്. ആ പ്രാദേശിക കക്ഷി എന്നുള്ള നിലയിൽ ഭരണം നിലനിർത്തേണ്ടത് നവീൻ പട്നായിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സൽപ്പേര് അങ്ങനെ കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും അത്ര ശക്തമല്ല. എന്നാൽ ബി ജെ പി കേന്ദ്രത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും ബാലൻസ് ആയിട്ട് സമതുല്യമായിട്ട് വർക്ക് ചെയ്യുന്ന, മത്സരിച്ച് ഏതാണ്ട് തുല്യമായിട്ട് വിജയിക്കാൻ സാധ്യത, 21 സീറ്റിൽ വിജയിക്കാൻ സാധ്യത, ഷെയർ ചെയ്ത് പോകാനുള്ള സാധ്യത ഉള്ളപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് ആർക്ക് ലഭിക്കും, ആർക്ക് അനുകൂലമാകുമെന്നാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ബി ജെ പി ആത്മാർത്ഥമായിട്ട് ഒഡീഷ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നവീൻ പട്നായിക്ക് അതിനെ ചെറുക്കാനുള്ള ശ്രമമാണുള്ളത്. നവീൻ പട്നായിക്ക് അവിടെ സൽഭരണം ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കാര്യമായ ആക്ഷേപങ്ങളൊന്നും പറയാനില്ല. 10 വർഷം കേന്ദ്രം ഭരിച്ച ബി ജെ പിയെ പോലെ ബിജു ജനതാദളിനും ഒഡീഷയിൽ അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബിജു ജനതാദളിനെ ഒഡീഷയിലെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ബി ജെ പി സർവ്വസന്നാഹങ്ങളോടുകൂടി തന്നെ ആക്രമിച്ച് ബിജു ജനതാദളിനെ ഒറ്റപ്പെടുത്താനും കഴിയുമെങ്കിൽ നവീൻ പട്നായിക്കിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തെറിപ്പിക്കാനുമുള്ള ശ്രമമാണ്. എനിക്ക് തോന്നുന്നത് അവിടെ സ്പ്ലിറ്റ് വെർഡിക്റ്റ് ആണെങ്കിലും ബിജു ജനതാദളിന് അനുകൂലമായ ഒരു പ്രാദേശിക സാഹചര്യം ഉള്ളതുകൊണ്ട് അസംബ്ലിയിൽ ബി ജെ പിക്ക് ഒരു ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരിക്കില്ല.
മുൻതൂക്കം ബി ജെ പിക്ക് തന്നെയാണ്. അത് ഈ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു പ്രത്യേക വ്യത്യാസം ഇല്ലെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്നാലും അതെല്ലാം പ്രത്യേകം നടന്നാലും കേന്ദ്രത്തിലെ ഭരണം ആര് വരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള സംസ്ഥാന അസംബ്ലിയിലേക്കുള്ള വോട്ടിന് ബിജു ജനതാദളിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ പോലും ചിലപ്പോൾ ബി ജെ പിക്ക് കേന്ദ്രത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഒഡീഷയിലും അത് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ ചിലപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വെർഡിക്റ്റ് ഒഡീഷയിൽ നിന്നുണ്ടായാലും അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക്കിനാണ് ഇപ്പോഴും ഒരു മുൻതൂക്കം കാണുന്നത്. അത്തരത്തിലുള്ള ഭരണരീതിയാണ് അവിടെ കൊണ്ടുപോയത്. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട്, അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിരിങ്കിലും സൽഭരണത്തിൽ അദ്ദേഹം മുന്നിട്ട് പോയി. ഇതിനെതിരെ ആക്രമിക്കാൻ ബി ജെ പി കണ്ടെത്തിയ ഒരു പ്രധാന കാര്യം, അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു IAS ഓഫീസർ ഇപ്പോൾ രാജിവെച്ച് മുഴുവൻ സമയവും നവീൻ പട്നായിക്കിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ പാണ്ഡ്യനാണ്. അപ്പോൾ പാണ്ഡ്യൻ്റെ നേതൃത്വത്തിലുള്ള ഉപദേശങ്ങളാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ആക്ഷേപത്തോടു കൂടി തമിഴനായ ഒരാൾ ഒഡീഷ ഭരിക്കണോ എന്ന് പോലും ബി ജെ പി ചോദിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ നവീൻ പട്നായിക്കിന് ഭരിക്കാനുള്ള ശക്തി കുറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും മിസ്റ്റർ പാണ്ഡ്യനായിരിക്കും ഭരണം കൊണ്ടുപോകുന്നത് എന്നുള്ള ആക്ഷേപമാണ്. അങ്ങനെ അവിടെ ഒരു പ്രാദേശികവാദം കൊണ്ടുവരാനും ബി ജെ പി ശ്രമിക്കുകയുണ്ടായി എന്ന് ഇത്തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ബിജു ജനതാദളിനും നവീൻ പട്നായിക്കിനും അനുകൂലമായൊരു സാഹചര്യമാണ് സംസ്ഥാന അസംബ്ലിയിലുള്ളത്. ലോക്സഭയിലേക്ക് വെയിറ്റേജ് കൂടുതലും വന്നിരിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ്.